പതിവ് പോലെ ഇന്ന് ഒരു പണിയും ഇല്ലാണ്ട് വീട്ടിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സിനിമയ്ക്ക് പോയാലോ. വൈ നോട്ട്. അപ്പം തന്നെ ദേ കെട്ടി ഒരുങ്ങി മുറ്റത്തിറങ്ങി നിൽക്കുകയാണ് സിനിമയ്ക്ക് പോകാനായിട്ട്. അങ്ങനെ നേരെ ഞങ്ങൾ പോത്തങ്കോടുള്ള തിയേറ്ററിലേക്ക് ചെന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഒരു പൊതി ബിസ്ക്കറ്റൊക്കെ ആയിട്ടാണ് പോയത്. എന്നിട്ട് അവിടെ പോയി നിന്ന് തിന്നു കേട്ടോ. എന്നിട്ട് തിയേറ്ററിൽ കയറിയപ്പോഴത്തേക്കും ബാക്ക് സീറ്റിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പോപ്കോണിൻ്റെ പകുതിയായി. പിന്നെ ഇപ്പം തുടങ്ങും എന്ന് പറഞ്ഞത് എൻ്റെ സിനിമയ്ക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല ഏത് സിനിമയാണെന്ന്. അതേ ഗൈസ്, വാഴയാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെപ്പറ്റി ചിന്തിക്കേണ്ടി വരും. വേണ്ട, ചിന്തിക്കേണ്ട. ആദ്യത്തെ കുറച്ച് സീനൊക്കെ ഞാൻ നല്ല ചിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സീനൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് സെഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഇരുന്ന് കരയാൻ മാത്രമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഇരുന്ന് ചിരിക്കാൻ മാത്രമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. രണ്ടും കൂടി ചേർന്ന ഒരു ഫാമിലി എൻ്റർടൈനിങ് കോമഡി മൂവി. അപ്പോൾ ഇപ്പോഴും തിരക്കുണ്ട് കേട്ടോ. ഞാൻ തിയേറ്ററിൽ പോയപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ സിനിമയൊക്കെ കണ്ടൊന്ന് ഉറങ്ങി എണീറ്റ ഫീലിൽ ഞാൻ എണീറ്റു കേട്ടോ. എണീറ്റ് പുറത്തിറങ്ങി പിന്നെ ബീച്ചിൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ബീച്ചിലോട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. പിന്നെ ഒരു ചായയും പരിപ്പുവടയും കഴിച്ചു, ഉഴുന്നുവടയും കഴിച്ചു. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നു. കാരണം ബീച്ചിൽ വൈകിട്ട് സമയമാകുമ്പോഴത്തേക്കും സൂര്യാസ്തമയ സമയമില്ല. അപ്പോൾ അത്യാവശ്യം ആൾക്കാരും ഇപ്പോഴത്തെ ചൂട് വെച്ചിട്ട് ആൾക്കാരൊക്കെ വൈകിട്ട് റിലാക്സ് ചെയ്യാൻ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് കാല് നനയ്ക്കാമെന്ന്. അങ്ങനെ ഇറങ്ങി വെള്ളത്തിൽ കാലൊക്കെ നനച്ച് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കടയിൽ പോയി ഒരു മാങ്ങ മേടിച്ച് കഴിച്ചു, പൈനാപ്പിൾ മേടിച്ച് കഴിച്ചു, ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. ഇതെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാറായപ്പോൾ തന്നെ രാത്രിയായി. പോണ വഴിക്ക് തന്നെ നല്ല പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.